ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതിൻ്റെ സൊല്യൂഷൻസും പഠിക്കാം. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഹിയർ വി ആർ ഡീലിംഗ് വിത്ത് ന്യൂമറിക്കൽ സൊല്യൂഷൻസ്. സോ ന്യൂമറിക്കൽ സൊല്യൂഷൻസിൽ നമുക്ക് പലതരം മെത്തേഡുകളുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡുകളെ പറ്റിയും അതുപോലെ ആ മെത്തേഡെല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും പഠിക്കാം. സോ നമുക്ക് ആദ്യം ലെറ്റ്സ് ഫസ്റ്റ് ഡീൽ വിത്ത് first order differential equations. So we will have first order differential equations. So consider a first order differential equation of the form dy by dx is equal to f of x comma y with initial condition y of x0 equal to y0. Now there are many methods with which you can develop the solutions. So രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ you can find y as a series. Okay, where series in terms of powers of x. Okay, so from this you can find the value of y by direct substitution of x. The next one is like a set of tabulated values of x and y. Okay, now the methods of, so the first one, in first one the methods are Taylor series and Picard's method, and in second category there are Euler, Rengakuta, and there are many other things, something like Adams, Bashforth, etc. ഓക്കെ, സോ ഇത്തരം ഈ മെത്തേഡുകളെല്ലാം സെക്കൻഡ് ഓർഡർ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡുകളെ ഈ രണ്ടാമത് പറഞ്ഞ ഈ മെത്തേഡ്, സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. ഓക്കെ, അല്ലെങ്കിൽ മാർച്ചിങ് മെത്തേഡ്. കാരണം നമ്മൾ വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ കമ്പ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് വൈ ബൈ ഷോർട്ട് സ്റ്റെപ്സ് വിത്ത് ഈക്വൽ ഇൻ്റർവെൽസ്. ഓക്കെ, സോ ഓരോന്നിനെയും നമ്മൾ ഒരു നെക്സ്റ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എച്ച് എന്നുള്ള ഒരു ഇൻ്റർവെൽ, ഒരു എച്ച് എന്നുള്ള സ്റ്റെപ്പ് സൈസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കേസ് ചെയ്യുമ്പോൾ നമുക്ക് അക്യൂറസി കൂടാൻ വേണ്ടിയിട്ട് വാട്ട് യു ആർ ഡൂയിങ് ഈസ് യു ആർ കീപ്പിംഗ് എച്ച് വെരി സ്മോൾ. സോ ഇതിന് എക്സാമ്പിളാണ് രംഗക്കുട്ട മെത്തേഡ്. അപ്പോൾ രംഗക്കുട്ട മെത്തേഡ് ഡിഗ്രിക്ക് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അത് അത്യാവശ്യം ഓർമ്മയുണ്ടാവും. സോ നമുക്ക് മറ്റൊരു കാര്യം കൂടി വേണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓരോ മെത്തേഡ് വെച്ചിട്ടെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദ ഫസ്റ്റ് തിങ് വി നീഡ് ഈസ് ഇനീഷ്യൽ വാല്യൂസ്. ഓക്കെ, കാരണം ഇത് എവിടെന്നെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ യു നീഡ് ടു ഹാവ് സം ഇനീഷ്യൽ വാല്യൂസ്. നൗ there are certain problems in which the initial conditions are specified at the initial point only. Okay, so
ഇനീഷ്യൽ കണ്ടീഷൻസ് ഇനീഷ്യൽ പോയിന്റിൽ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദോസ് ആർ കോൾഡ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്. ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പലതിലും ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ആയിരിക്കും. പക്ഷേ സപ്പോസ് ദർ ഇസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇങ്ങനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ സംതിങ് ലൈക്ക് യു വിൽ ഹാവ് എഫ് ഓഫ് എക്സ് വൈ is equal to d square y dx square plus something like 2x into dy by dx plus something like x square അങ്ങനെ സംതിങ് ലൈക്ക് ഇക്വേഷൻ. ഇങ്ങനെയുള്ളൊരു സൊല്യൂഷൻ, ഇങ്ങനെയുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിട്ട് അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് യു നീഡ് ടു ഹാവ് മൾട്ടി ഡിഫറൻഷ്യൽ കണ്ടീഷൻസ്. അതായത് എക്സിൻ്റെ വാല്യൂ, അതായത് ആ വാരിയബിളിൻ്റെ വാല്യൂ മാത്രം പോരാ, യു മൈറ്റ് നീഡ് ഡി വൈ ബൈ ഡി എക്സ് ആൾസോ. അതായത് ഇതിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരും. സോ ദാറ്റ് മീൻസ് യു നീഡ് ടു ഹാവ് ദ കണ്ടീഷൻസ് അറ്റ് 2 or more points. Such problems are called boundary value problems. സോ ജസ്റ്റ് ഇതിലേക്ക് ഫർദറായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ടൈലർ സീരീസ് എന്താണെന്നൊന്ന് പറയാം. സോ യു വിൽ ഹാവ് ടൈലർ സീരീസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ പോലും ഞാൻ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്യാം. സോ കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash is equal to f of x comma y. Here you are given the initial condition y of x0 is equal to y0. Now if y of x is the exact solution, then the Taylor series of y of x around x equal to x0 is given by, then y of x at x equal to x0 is given by y0 plus x minus x0 y dash 0 plus x minus x0 whole square by 2 factorial y double dash 0 plus etc. So if you know the values y0, y0 dash, y0 double dash etc., you can calculate the value of y of x, which will be in a series form and which is in terms of powers of x. Okay, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ടൈലർ സീരീസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈലർ സീരീസ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, കാരണം അത് നമ്മൾ പല സമയത്തായിട്ട് അത് പഠിച്ചിട്ടുള്ളതും അത് പല സമയത്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ പോകുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പിക്കാർഡ്സ് മെത്തേഡ്. നമ്മുടെ സിലബസിൽ അധികം നമുക്ക് ചെയ്യേണ്ട വിധം പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് നമ്മുടെ മെത്തേഡിലേക്ക് കടക്കുകയാണ്. സോ വി ഹാവ് ടു ലേൺ അബൌട്ട് ഓയിലേഴ്സ് മെത്തേഡ്. ഈ ടൈലർ സീരീസും പിക്കാർഡ്സ് മെത്തേഡിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ആൻസർ കിട്ടുന്നത്, നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത് ഇൻ പവേഴ്സ് ഓഫ് എക്സ് ആയിട്ടാണ്. പക്ഷേ നമുക്ക് ടാബുലേറ്റഡ് വാല്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ടാബുലേറ്റഡ് വാല്യൂസ് ആയിട്ട് നമുക്ക് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ വി വിൽ ബി യൂസിങ് ഓയിലേഴ്സ് മെത്തേഡ്. പിക്കാർഡ്സ് മെത്തേഡിലും ടൈലർ സീരീസ് മെത്തേഡിലും നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്കാണ് കിട്ടുക. ആൻഡ് വെൻ യു ജസ്റ്റ് നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് so that you will be getting the value of y. അപ്പോൾ ടാബുലേറ്റഡ് വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
So let's consider the equation. So ഞാൻ നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി എഴുതുകയാണ്. So our equation is y dash is equal to f of x y with initial condition y of x0 is equal to y0. I'm just giving these as equation number 1. Okay. Now I just need to integrate equation number 1. So integrating equation number 1. We need to integrate equation number 1. Equation number 1 നെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, സോ ഓക്കെ, അതിന് മുൻപ് ഞാനൊരു കാര്യം വിട്ടുപോയി, സോറി അബൌട്ട് ദാറ്റ്. അതിന് മുൻപ് പറയാനുള്ളത്, യു നീഡ് ടു സോൾവ് ദ ഇക്വേഷൻസ്. സോ ഈ ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്യേണ്ടത്, യു നീഡ് ടു സോൾവ് ഇറ്റ് ഫോർ certain values. So you need to find out the values of y at x equal to xr, where xr is equal to x0 plus rh, where r is equal to 1, 2, etc. ഓക്കെ, അപ്പോൾ ഈ ഓരോ എക്സ് ആറിൻ്റെ വാല്യൂസും, സോ നമുക്ക് x1, x2, x3 അങ്ങനെ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് y വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. So for that you are going to consider, you are going to do an integration of equation number 1. So just integrate equation number 1. സോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലേ. സോ x0 പ്ലസ് RH എന്ന് പറഞ്ഞാൽ എന്താണ് അത് വരിക? ഐ വിൽ ഹാവ് x1, x2, x3 എക്സെട്ര അല്ലേ. ഇവിടെ ഒരു x0 ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് ആ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ എടുത്തിട്ട് ഞാനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ, സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. ദ വാല്യൂ വിൽ ബി y1 is equal to y0 plus integral x0 to x1 f of xy dx. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന y0? y0 ഈസ് y ഓഫ് x0. y1 എന്ന് പറഞ്ഞാൽ y at x1. ഓക്കെ, സോ y1 ഞാൻ ജസ്റ്റ് അവിടെ എഴുതി വയ്ക്കാം. y1 is equal to y at x1. Okay, now let's have an assumption. Assume f of xy is equal to f of x0 y0 within the interval x0 y0 y0 sorry x0 y0 അല്ല, വിത്തിൻ ദ ഇൻ്റർവൽ. ഞാൻ ലിമിറ്റ് ആയിട്ട് തന്നെ എഴുതണം. വിത്തിൻ x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1. ഓക്കെ, സോ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ x0 x1 ഇടയ്ക്ക് ഈ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x0 y0 ആണെന്ന് കൊടുക്കാം. അത് നേരെ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയേക്കാം. വി വിൽ ബി ഗെറ്റിംഗ് y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് ഇവിടെ എന്ത് വന്നു? x1 മൈനസ് x0 ഇൻറ്റു എഫ് ഓഫ് x0 y0 എന്ന് വരും. ഓക്കെ, ഈ x1 മൈനസ് x0യെ എനിക്ക് h എന്ന് എഴുതാം അല്ലേ. ദിസ് ഈസ് h, കാരണം എന്താണ്? x1 ഈസ് ഈക്വൽ ടു x0 പ്ലസ് h എന്ന് എനിക്ക് മുകളിലത്തെ ഇക്വേഷൻ എഴുതാൻ പറ്റും, ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. സോ x1 മൈനസ് x0 ഈസ് ഈക്വൽ ടു h. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈഡ് ദിസ് ഈസ് ഈക്വൽ ടു y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് h f of x0 y0. Okay, so
This is the Euler's formula. So ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ഇനീഷ്യൽ പോയിന്റ് x0 y0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ x0 y0 നമുക്ക് അറിയുമെങ്കിൽ you can find out the value of x1. x1 is equal to x1 plus equal to x0 plus h. അതുപോലെ y1 is equal to y0 plus h into f of x0 y0. അങ്ങനെ കണ്ടുപിടിക്കാം. Now you can apply the same thing to the next interval. Now consider the interval x1 less than or equal to x less than or equal to x2. അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ y2 is equal to y1 plus h f of x1 y1 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബിക്കോസ് ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? y2 is equal to y1 plus integral from x1 to x2 f of x0 ഇല്ല f of x y dx. Now assume that f of xy is equal to f of x1 y1 within the interval x1 less than or equal to x less than or equal to x2. അതായത് x1ൻ്റെ x2ൻ്റെ ഇടയ്ക്ക് f of xyയുടെ വാല്യൂ എന്നുള്ള f of x1 y1 ആണ് എന്ന് അസ്യൂം ചെയ്യും. Then we will get this relation. Okay. And you can proceed in the same way to obtain the general formula. So the general formula is given by yn plus 1 is equal to yn plus h f of xn yn, where n is equal to 0, 1, 2, etc. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ the process is very slow. കാരണം ഒരു പോയിന്റ് കണ്ടിട്ട് നെക്സ്റ്റ് അടുത്ത പോയിന്റ് പോവുകയാണ്. കാരണം എന്താണ്? എച്ചിൻ്റെ വാല്യൂ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം അക്യൂറസി കൂടും. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ റീസണബിൾ അക്യൂറസി യു ഹാവ് ടു ഗോ വിത്ത് എ വെരി സ്മോൾ വാല്യൂ ഓഫ് എച്ച്. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് റിയലി വെരി സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് ഓഫ് ദ പ്രാക്ടിക്കൽ കാൽക്കുലേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്നുള്ള കേസിൽ ഇതിനകത്ത് നമ്മളൊരു മോഡിഫിക്കേഷൻ നടത്തും. സോ that will give you the modified Euler method. സോ ആ മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് എന്താണ് എന്നുള്ളത് ഞാൻ തൽക്കാലം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് ഞാനൊന്ന് എഴുതി തരാം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് വിത്തിൻ ദ ലിമിറ്റ് x0 less than or equal to x less than or equal to x1 f of x comma y is equal to f of x0 y0 എന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഇൻ്റഗ്രൽ വരുന്നുണ്ട് അല്ലേ? നമ്മുടെ ഇൻ്റഗ്രൽ എന്താ ഇങ്ങനെ വന്നത്? y1 is equal to y0 plus integral from x0 to x1 f of xy dx. There's an integration here. So use trapezoidal rule. Trapezoidal rule ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് the answer you will be getting is y1 is equal to y0 plus h by 2 into f of x0 y0 plus f of
x1 y1 അല്ലേ? ജസ്റ്റ് ട്രാപ്പിസിയായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് x0 y0 പ്ലസ് എഫ് ഓഫ് x1 y1. ജസ്റ്റ് ഞാനിത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് x0, ഇത് x1. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഈസിക്കൽ എഫ് ഓഫ് x0 y0 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഈ ലിമിറ്റിനകത്തേക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ പറഞ്ഞാൽ ഈ ഡോട്ടഡ് ലൈൻ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ട്രാപ്പിസോയിഡിലുള്ള പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലിമിറ്റിനകത്ത് x0ക്ക് x1ൻ്റെ ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഇങ്ങനെയുള്ളൊരു ട്രപ്പീസിയം പോലെ ഇവിടെ തന്നെ സ്ട്രെയിറ്റ് ലൈനാണ്. സോ ഈ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനിൽ വരയ്ക്കുന്നതിനേക്കാൾ അക്യുറസിയാണ് ഇങ്ങനെ വരുന്നത്. സോ യു ബെറ്റർ യൂസ് ദിസ് വൺ. അപ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ y1 of n plus 1 is equal to y0 plus h by 2 into f of x0 y0 plus f of x1 y1 of n, where n is equal to 0, 1, 2, etc. അപ്പോൾ ഇവിടെ ഞാൻ y1 എന്നല്ല ഇട്ടിരിക്കണം, y1 of n എന്നാണ് ഇട്ടിരിക്കണം. ഓക്കെ, സോ എന്താണ് ഈ y1 of n? ദിസ് ഈസ് ദ nth approximation to y1. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് nth അപ്രോക്സിമേഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് y1 of 0 is equal to y0 plus h f of x0 y0. അതായത് സ്റ്റാർട്ട് വിത്ത് ഓയിലർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ y1 of 0യുടെ വാല്യൂ കിട്ടി. ദെൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ y1 of 0 കിട്ടി. ആ y1 of 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1 of 2, y1 of 1 കിട്ടും, y1 of 10, y1 of 2 കിട്ടും. അങ്ങനെ ഓരോന്നായിട്ട് പോയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് മോഡിഫൈഡ് ഓയിലർ മെത്തേഡ്. പക്ഷേ ഇതൊന്നും മുഴുവനായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഇതൊരു ഐറ്ററേഷൻ ഫോർമുലയാണ്, അതിങ്ങനെ പുറത്ത് നമ്മൾ എഴുതിയിട്ടുള്ളൂ. കൂടുതലും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരും. ആ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ ഇതൊന്നും എല്ലാവരും നോക്കി വയ്ക്കുക, ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.